എം വിൻസെന്റ് ചേരുന്നുണ്ട്. ശ്രീ വിൻസെന്റ്, അവിടെയാണ് വലിയ പ്രതിഷേധം നടക്കുന്നത്. പലയിടങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങുന്നുണ്ട്. വലിയ പ്രതിഷേധത്തിലേക്ക് ആളുകൾ കടക്കുമ്പോൾ എങ്ങനെ ഈ പരിഷ്കരണത്തിൽ മാറ്റം വരുത്തണം എന്നാണ് പ്രതിപക്ഷം നിർദ്ദേശിക്കുന്നത്? താങ്കളുടെ അഭിപ്രായം എന്താണ്? വലിയ തോതിലുള്ള പെട്ടെന്നുള്ള ഒരു പരിഷ്കരണം കൊണ്ടുവരുമ്പോൾ അത് ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം വളരെ വലിയ തോതിൽ കുറയ്ക്കുകയാണ്. മാത്രവുമല്ല, പല രീതിയിലും ഇവർക്ക് വാഹനങ്ങൾ കൊണ്ടുവരുമ്പോൾ ടെസ്റ്റിന് പോകുന്ന വാഹനങ്ങൾ അതിൽ അഡീഷണൽ ക്ലച്ചും ബ്രേക്കും എല്ലാം ഉള്ള വാഹനങ്ങളാണ് സാധാരണയായി കൊണ്ടുവരിക്കുന്നത്. അപ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞാൽ പുതിയ വാഹനങ്ങൾ വേറെ ഏതെങ്കിലും വാഹനങ്ങൾ കൊണ്ടുവരണം എന്നുള്ള സ്ഥിതിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പരിഷ്കരണങ്ങൾ കൊണ്ടുള്ള ഗുണങ്ങളെ കുറിച്ചൊന്നും ഒരു വ്യക്തത വരുത്താതെ ഇത് ഡ്രൈവിംഗ് സ്കൂളുകളുടെ മാത്രം ഒരു പ്രശ്നമല്ല. ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും അയാള് ടെസ്റ്റിന് വേണ്ടി പോകുന്ന സമയത്ത് പല തവണ അദ്ദേഹത്തിന് അത് മാറ്റിവെക്കേണ്ടി വരുന്നുണ്ട്. ഒരുപാട് കാലത്തോളം കാത്തിരിക്കേണ്ടി വരുന്നു. ഇപ്പൊ 100 ടെസ്റ്റ് വരെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് എനിക്ക് തോന്നുന്നു അതൊരു 40 പരിമിതപ്പെടുത്തുന്ന ഒരു സ്ഥിതി വരുമ്പോൾ അത്രയും അപേക്ഷകർ വളരെ കാലം കാത്തിരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് മറ്റൊരു പരിമിതി. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന പല പരിഷ്കരണങ്ങൾക്കും പറ്റിയ തരത്തിലുള്ള ഗ്രൗണ്ടുകളോ മറ്റൊന്നും ഇവിടെ സെറ്റ് ചെയ്തിട്ടില്ല. ഗവൺമെന്റ് ഭാഗത്ത് പരിഷ്കരണങ്ങളല്ലാതെ ഈ പരിഷ്കരണങ്ങൾക്ക് ഉള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒന്നും ഒരുക്കിയിട്ടില്ല എന്നും നമുക്കത് കാണാൻ കഴിയും. ഗവൺമെന്റും ബഹുമാനപ്പെട്ട മന്ത്രിയും ഈ കാര്യത്തിൽ താൽക്കാലികമായി ഇത് നിർത്തിവെച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തി വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കാത്ത തരത്തിൽ ഇത് നടപ്പിലാക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ വിൻസെന്റ്, ഇപ്പൊ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഈ പരിഷ്കരണത്തിലെ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇതെന്തിന് പരിഷ്കരണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ബോധവൽക്കരണം നടത്തിയില്ലെങ്കിൽ സർക്കാർ ഈ പറയുന്ന നടപടികളിലേക്കൊക്കെ കടക്കുന്ന ഒരു സമയം കൊടുക്കേണ്ടതില്ലേ? അതിന് INTUC ഉൾപ്പെടെയുള്ള സംഘടനകൾ സഹകരിക്കേണ്ടതല്ലേ? തീർച്ചയായും ഇത്തരത്തിലുള്ളൊരു സമയം ഗവൺമെന്റ് കൊടുക്കേണ്ടതാണ്. ഇത് ഒറ്റയടിക്ക് എല്ലായിടത്തും ഇത് നടപ്പിലാക്കുന്നത് ശരിയായിട്ടുള്ള കാര്യവുമല്ല. പിന്നെ ഇതിന്റെ വാദങ്ങൾ പറയുന്ന ആ കാര്യങ്ങൾ കൂടി അത് കേൾക്കേണ്ടതുണ്ട്. ഗവൺമെന്റ് ആ കാര്യങ്ങൾ കൂടി കേൾക്കേണ്ടതുണ്ട്. ഇപ്പോ ഡ്രൈവിംഗ് ടെസ്റ്റ് ഡ്രൈവിംഗ് പരിശീലനം നൽകുന്ന ഡ്രൈവിംഗ് സ്കൂളുകാരുടെ പ്രശ്നങ്ങൾ ധാരാളം ഈ കാര്യത്തിലുണ്ട്. അപ്പൊ അതുപോലെ അപേക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിഷയങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം പരിഹരിക്കേണ്ടതാണ്. നേരത്തെ ഉള്ളതിനേക്കാൾ വളരെ കുറ്റമറ്റ രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റും കാര്യങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഈ പുതിയ പരിഷ്കരണം വരുമ്പോൾ ഈ മേഖലയിൽ തന്നെ കൂടുതൽ അസ്വസ്ഥതകളും പ്രയാസങ്ങളും സൃഷ്ടിക്കാവുന്ന രീതിയിലാണ്. അതെങ്ങനെ മാത്രം ലഘൂകരിക്കാൻ കഴിയും എന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. ശരി, നന്ദി ശ്രീ വിൻസെന്റ് പ്രതികരിച്ചതിന്.